ചെയ്യാറുള്ളത്. ഇപ്പൊ പുതിയ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഏതൊക്കെ പറയാറായോ? പുതിയത് റിലീസിങ്, ഈസ്റ്റർ റിലീസിങ് ബിബിൻ ജോർജിന്റെ അപൂർവ പുത്രന്മാർ, ബിബിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ഞാൻ ഇൻഡസ്ട്രീസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തികളാണ്. രണ്ട് ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഇവരെ കൂടെ തന്നെ അഭിനയിക്കാൻ പറ്റിയ സിനിമ. അവർ നല്ലൊരു ക്യാരക്ടറാണ് സിനിമ കിട്ടിയത്. രണ്ടാളെ കൂടെ അഭിനയിക്കാൻ പറ്റി. ആ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ട്വിസ്റ്റിനൊക്കെ ചെയ്ത ഒരു ക്യാരക്ടറാണ് എന്ത് വരാൻ പോകുന്നുള്ളൂ. കൂടുതൽ ബാക്കി അവർ പറയും. പിന്നെ ഒടിയങ്കം എന്ന് പറഞ്ഞ മൂവിയാണ്. അതിലെ വില്ലൻ ക്യാരക്ടറാണ്. അടിപൊളി. ഒടിയങ്കം ആഗ്രഹിച്ച പോലെ അതൊരു എനിക്ക് തോന്നുന്നു 2 വില്ലന്മാരിൽ ഒരു വില്ലനാണ്. രണ്ട് സമയമുണ്ട് സിനിമയ്ക്ക്. അതായത് പഴയ കാലഘട്ടം, പുതിയ കാലം. പഴയ കാലഘട്ടത്തിൽ വില്ലനായിട്ട് അഭിനയിക്കുന്നത്. അത് നല്ലൊരു പ്രതീക്ഷയുള്ള മൂവിയാണ്. അവാർഡിനൊക്കെ പോകാൻ സാധ്യതയുള്ള മൂവിയാണ്. ആ 2 മൂവീസാണ് ഇറങ്ങാനുള്ളത്. കൂടെ തന്നെ സിനിമയിൽ ഒരു ചെറിയ വേഷം കിട്ടിയിട്ടുണ്ട്. അത് ഷാഫി എപ്പിക്കാട് അതിന്റെ ഡയറക്ടർ. അപ്പൊ അത് ത്രൂ ഔട്ട് നമ്മളെ ചെറുപ്പക്കാര സിനിമയാണ്. ചെറുപ്പക്കാരെന്ന യോയോ ചെക്കന്മാരുടെ സിനിമയാണ്. കാര്യമായിട്ട് വലിയ ആൾക്കാർക്ക് അത് വേഷങ്ങളില്ല. പക്ഷെ പുള്ളി എന്നെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. അപ്പൊ അതിന്റെ KSRTC കണ്ടക്ടർ വേഷം. അതിന്റെ ആ ഒരു പാട്ട് സീൻ ഉണ്ട്. KSRTC ബസ് എന്നൊരു പാട്ട് സീൻ ഉണ്ട് ത്രൂ ഔട്ട്. അപ്പം അതിലൊരു ഇൻവോൾവ്മെന്റ് കണ്ടക്ടറായിട്ട് അതിൽ കിട്ടിയിട്ടുണ്ട്. ഈ 3 സിനിമയാണ് ഇപ്പൊ ഇറങ്ങാനുള്ള സിനിമകൾ. ദാസേട്ടന്റെ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ തങ്കമണി എന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപേട്ടന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത്. ദിലീപേട്ടനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എന്നെ സംബന്ധിച്ച എന്തോ നിർഭാഗ്യവശാൽ തങ്കമണി സിനിമ അത്ര ഓടിയിട്ടില്ല. ചെറിയൊരു ഫ്ലോപ്പ് വന്നു ഈ പടത്തിന്. ആ ഒരു ഇടിവ് വന്നിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും എന്നെ പോലത്തുള്ള പുതിയ ആൾക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടിയാണ്. പക്ഷെ ദിലീപേട്ടന്റെ കൂടെ അഭിനയിച്ച സമയത്ത് എന്താ വെച്ചാല് ഒരു ഫ്രീ ആണ്. നമ്മളൊരു ഏട്ടൻ ആ ഒരു തോന്നൽ നമുക്കുള്ളൂ. വലിയ സിനിമ നടന്നുള്ള തോന്നലൊന്നും പുള്ളി ഇടവരുത്തൂല. പുള്ളി അത്രയും നമ്മളോട് ക്ലോസ് ആയിട്ട് കൂടെ നിൽക്കുക, അഭിനയിക്കുക. ഞാനിപ്പോൾ ലാസ്റ്റ് ചാലക്കുടിയിൽ ഞങ്ങളെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി, ഞങ്ങളെ കൂട്ടായ്മ, അതിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് ഞാൻ. അപ്പൊ അതിന്റെ ഒരു മെഗാ ലോഞ്ചിങ്, ഞങ്ങളെ പുതിയ സിനിമ ക്രിക്കറ്റിനെ ആസ്പദമാക്കിയാണ് ഞങ്ങളെ സിനിമ. അപ്പം അതുപോലെ തന്നെ റാഫേൽ പ്രൊഡക്ഷനാണ് ഞങ്ങളെ സഹകരിക്കുന്നത്. ഞങ്ങളെ അദ്ദേഹത്തിന്റെ ഓഫീസ്, പ്രൊഡക്ഷൻ ഓഫീസ്. അതുപോലെ തന്നെ സഞ്ജു സാംസണായിട്ട് ബന്ധപ്പെട്ട ഒരു ക്രിക്കറ്റിന്റെ അക്കാദമി പോലെ കാര്യം കൂടി അവിടെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഈ ഒരു 3 പരിപാടിയുടെ മെഗാ ലോഞ്ചിങ്, ടൊവിനോ, ബേസിൽ, ദിലീപേട്ടൻ, സഞ്ജു സാംസൺ, 4 ഹൈ സെലിബ്രിറ്റികൾ വന്നൊരു പ്രോഗ്രാം ഈ കേരളക്കലിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആ 4 ആൾക്കാർ ഒരു ഓപ്പൺ സ്റ്റേജാണ്. ആലോചിക്കണം, ഇൻഡോർ പരിപാടിയിൽ ഓപ്പൺ പരിപാടിക്ക് അത്രയും കൺജസ്റ്റഡ് ആൾക്കാരെ സറൗണ്ടിങ്സിൽ ഈ 4 സെലിബ്രിറ്റികൾ ഞങ്ങളെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ പരിപാടി പങ്കെടുത്തു. ഉദ്ഘാടനം കഴിഞ്ഞു. പുതിയ സിനിമേന്റെ കാര്യം തീരുമാനമായി കഴിഞ്ഞു. അതിലൊരു ക്യാരക്ടർ ഞാൻ അഭിനയിക്കുന്നുണ്ട്. അപ്പം അത് ഏപ്രിലാണ് ഷൂട്ടും കാര്യങ്ങളും തുടങ്ങുക. റാഫേൽ പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത്. സീക്രട്ട് ഏജന്റ് സായിയാണ് ഞങ്ങളുടെ സെക്രട്ടറി, ഞങ്ങളെ സംഘടന സെക്രട്ടറി. അപ്പം അതൊരു ഞങ്ങളൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മേന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് എനിക്ക് വലിയ സന്തോഷം. ഞങ്ങൾ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു വേദിയാണത്. അതായത് യൂട്യൂബ്, നമ്മളെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, മൊത്തം സോഷ്യൽ മീഡിയന്റെ ഒരു കൂട്ടായ്മ. ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇപ്പൊ സീക്രട്ട് ഏജന്റിന്റെ കാര്യം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ആള് എന്താ പറയാ, ചില സിനിമകൾക്ക് എതിരായിട്ട് ഇപ്പൊ മാർക്കോന്റെ ഒരു വിവാദത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. മനഃപൂർവ്വം അങ്ങനെ ഒരു എന്താ പറയാ നെഗറ്റീവ് റിവ്യൂ പറയുന്നു എന്നുള്ള രീതിയിൽ. പേഴ്സണലി അടുത്തറിയുന്ന ഒരാളാണ്. എന്താ ദാസേട്ടൻ ഒരു സിനിമയിൽ അഭിനയിച്ച എന്താ പറയാ സിനിമയായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ദാസേട്ടൻ എങ്ങനെയാ ഫീൽ? ഞാൻ ഇൻഫ്ലുവൻസേഴ്സിന്റെ കൂട്ടായ്മയിൽ ഭാഗമാണെങ്കിലും സിനിമ ഡിസ്കഷൻസ് ഇവരായിട്ട് ഞാൻ അങ്ങനെ സംസാരിക്കാറുണ്ട്. ഞാൻ പോകുന്ന മേഖലയാണ് സിനിമ. അതിൽ അവര് പറഞ്ഞ ശരി, അവര് പറഞ്ഞ തെറ്റെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ പോകുന്ന ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് ആ സിനിമ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് അവരവരെ ജോലി ചെയ്യുന്നു. അവരെ യൂട്യൂബ് ചാനൽ അവരവരെ ജോലി ചെയ്യുന്നു, അത്രമാത്രം. അതിനെ പറ്റി എന്നോട് ചോദിക്കരുത്. എനിക്ക് മനസ്സിലായി. അതിലേക്ക് ഞാൻ കടക്കില്ല. എനിക്ക് സിനിമയാണ് വരുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. ദാസേട്ടാ ഇപ്പൊ ഒരുപാട് സന്തോഷം. എന്താ പറയാ, ഈ തിരക്കിന്റെ ഇടയ്ക്കാണ് വന്നത്. നമ്മള് വിളിച്ചപ്പോ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ദാസേട്ടന്റെ ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ്. ഓടി വന്ന് ഓടി പോകുന്ന ഒരു അവസ്ഥയിലാണ് ദാസേട്ടനെ കിട്ടിയത്. ദാസേട്ട ഒരുപാട് സന്തോഷം. അതെ, കുറച്ച് നാളുകൾക്ക് ശേഷം കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റി. അപ്പൊ ഇനി അടിപൊളി പടങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പടങ്ങള് ഷൂട്ട് 1-2 ഒരു തമിഴ് പടത്തിന്റെ കാര്യങ്ങൾ ആലോചിച്ച് വരുന്നു. തമിഴ് പടം. അപ്പൊ തമിഴ്നാട്ടിലേക്കും കൂടി പോവാണ്. ഇനി ദാസേട്ടൻ കിട്ടുമോ? ദാസേട്ട ദൈവസഹായിച്ചിട്ട് എന്താ അറിയില്ല, ഒക്കെ ഒരു പ്ലാനിങ് ആണ്. അതായത് പടം ഒക്കെ തീരുമാനമായി. ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യും. വെട്രിയാണ് അതില് നായകൻ എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അഭിനയിക്കാൻ അവസരം കിട്ടില്ല, നമുക്ക് വില്ലൻ ക്യാരക്ടറാണ്. ഒക്കെ തീരുമാനം ആയിക്കൊണ്ടിരിക്കുന്നു. ഈ തമിഴിലേക്ക് എങ്ങനെയാ എൻട്രി കിട്ടിയത്? തമിഴില് ഒരുവിധം ബിഹൈൻഡ് ക്യാമറ ചെയ്യുന്ന ആൾക്കാർ ഇന്ന് തമിഴന്മാരല്ല, മലയാളികൾ ധാരാളമുണ്ട്. പിന്നെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, മലയാളികൾ പറയും. അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്.
അവര് വിളിക്കുന്നു എന്താ വെച്ചാൽ നമ്മളെ ലുക്കും കാര്യങ്ങളെ ഈ സംഗതിയൊക്കെ തമിഴ്മാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും അല്ലേ. ഒരു ഒരു കൂടുതൽ വില്ലലിസം വരുന്ന സാറാണ് അവര് പറഞ്ഞു. തമിഴ് ഡയറക്ടേഴ്സ് എന്നെ വിളിച്ച സമയത്ത് ഉങ്ക പ്രമാദമായിരിക്കും, ഉങ്ക താടി സൂപ്പർ ആയിരിക്കും, അങ്ങനെ എന്നെ സംസാരിച്ചിരുന്നു. ആയിരിക്കാം അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും. ഇപ്പൊ ലുങ്കിയെ കൊടുത്തു കഴിഞ്ഞാലേ പക്ക ഒരു വൃത്തികെട്ട വില്ലനായിരിക്കും അഭിനയിക്കാനായിരിക്കും. ഏത് ക്യാരക്ടറാണ് നമ്മൾ എടുക്കും. ഇപ്പൊ ദാസേട്ടൻ മറ്റെന്താ പറയാ മീശ പിരിച്ചിട്ട് അങ്ങനെ നമ്മളിപ്പോ അധികം കാണാറില്ല. എനിക്ക് റീൽസിലൊക്കെ നമ്മള് ഇതൊക്കെ കാണാറുണ്ട്. ഈ വില്ലന്റെ ഭാഗമായിട്ടാണോ മീശയൊക്കെ പിരിച്ച്? മീശ പിരിച്ച് ചേച്ചിക്ക് ഇഷ്ടമാണോ മീശ പിരിക്കുന്നത്? മീശ പിരിച്ച് ഇഷ്ടമല്ലാത്ത പെണ്ണുങ്ങൾ ആരാണ്? താടി വെക്കുന്നതാണ് ഹീറോയിസ് അല്ല, ഒരു എന്താ പറയുക, ഹീറോയിസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ലേഡീസ് കൂടുതൽ. ഞാൻ എന്നോട് എത്രയോ ലേഡീസ് റൊമാൻസ് വീഡിയോ ചെയ്യുമ്പോൾ എത്രയോ എന്റെ സുഹൃത്തുക്കളായ ലേഡീസ് വിളിച്ചു പോയി, ദാസേട്ടാ നിങ്ങൾ വില്ലനായിട്ട് എന്ത് ചെയ്യും? അത് റൊമാൻസ് ചെയ്തതിനോട് അസൂയനെ കൊണ്ട് പറയാണോ എനിക്കറിയില്ല. അല്ല നിങ്ങൾ വില്ലനായി ചെയ്ത് അടിപൊളിയായിരിക്കും. ഇപ്പൊ എന്താ പൗരുഷത്തിന്റെ പ്രതീകം. എന്റെ വൈഫിന് അതാ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് നേരത്തെ താടി വടിച്ചിട്ട് കുറച്ച് ഗെറ്റപ്പിലൊക്കെ അത് നമ്മളെ മിന്നൽ മുരളിയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി ബേസിൽ ചെയ്ത അതില് താടി വടിച്ചുള്ള ക്യാരക്ടറായിരുന്നു. ഇപ്പൊ ഈ വൈഫിന് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഇങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാൻ വേണ്ടി. ഇപ്പം കുട്ടികളെ പറ്റി പറഞ്ഞു, ഫാമിലി ഒന്ന് പറയൂ, ഫാമിലിനെ പറ്റി. വൈഫ് ടീച്ചറാണ്, 3 പിള്ളേര്, മൂത്ത മോൻ +1 പഠിക്കാണ്. ഇടയ്ക്കിടക്കൊക്കെ ആദ്യമൊക്കെ വന്നു പോകുന്നുണ്ടായിരുന്നു കുട്ടികള്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറവാണ്. എന്താ വെച്ചാൽ ഒന്നാമത് തിരക്കല്ലേ, +2 പഠിക്കുന്ന പയ്യനാ, അവൻ നല്ല പഠിക്കണം. അപ്പൊ അവരെന്താണ് അങ്ങനെ അവരെ അധികം കൂട്ടാറില്ല എന്നാണ് സത്യം. അവരെ സ്റ്റഡി കാര്യങ്ങൾ ആ വഴിക്ക് നടക്കട്ടെ. പിന്നെ രണ്ടാമത്തെ മോൻ 6ാം ക്ലാസ്സിൽ, മകള് 2ാം ക്ലാസ്സിൽ. മൂത്ത മോനെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവരൊക്കെ അച്ഛൻ എന്റെ വീഡിയോസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനും മകൻ എന്നോട് പറയാം. പിന്നെ മകനോട് പറയാറുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അച്ഛൻ മാർക്കോ ഞാൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് റീമേക്ക് ചെയ്ത്, അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ മേക്ക് ഓവർ ഒക്കെ അടിപൊളിയായിരുന്നു പറഞ്ഞു. ഇപ്പം ഈ വീഡിയോ വന്ന ആ സമയത്ത്, ഈ വിവാദം ആയിരിക്കുന്ന സമയത്ത്, ഇപ്പം +2 പഠിക്കുന്ന ഒരു മോനാണ്, അവരെന്തായാലും ഇങ്ങനെ ഡിസ്കസ് ചെയ്യും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ മോൻ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ട്? മോൻ പറഞ്ഞു നന്നായിട്ടുണ്ട് അച്ഛാ, ആ ചേച്ചി ഇങ്ങനെ ചേച്ചിമാരൊക്കെ പുതുതാരിലേക്ക് വരണം, വീട്ടിലിരുന്ന് ഇങ്ങനെ ഇരിക്കുന്ന നന്നായിട്ടുണ്ട്, അച്ഛൻ ചെയ്യുന്നത് നന്നായിട്ടുണ്ട്, ചേച്ചിനോട് എന്റെ അന്വേഷണം മകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ചെയ്തതിൽ വെച്ച് റീൽസിൽ ഇങ്ങനെ ഓരോ റീക്രിയേഷൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഫിലിമിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനകത്ത് ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വീഡിയോ തന്നെയാണ്. കാരണം ഇതൊരു 7.5 മില്യൺ കയറിയിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്കൊരു റീൽ ഷേപ്പ് അല്ലാതെ നമ്മളെ ഹൊറിസോണ്ടൽ ഷേപ്പിലെടുത്ത് ശ്രദ്ധിച്ചിരുന്ന വീഡിയോ, മൊബൈൽ ചരിച്ചു ആ ഒരു സിനിമാറ്റിക് സ്റ്റൈൽ എടുത്ത സാധനം. ബാക്കി റീൽസിന് സിനിമാറ്റിക് സ്റ്റൈൽ അല്ല. അപ്പൊ അയാളുടെ ക്യാമറാമാന്റെ എഫക്ട് ഉണ്ട്. ടിബിന്റെ അസാധ്യമായിട്ട് അവന്റെ കൂടെയുള്ള 1-2 പയ്യന്മാരുണ്ട്, എഡിറ്റർ ഉണ്ട് അമൽജിത്ത്, സുബിൻ, ഇവരെല്ലാരും പക്ക അടിപൊളി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റീലാണ്. പിന്നെ രസതന്ത്രത്തിന്റെ റീൽസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ റീമേക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോ 1-2 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? എനിക്ക് ഫഹദ് ഫാസിലിന്റെ ഒരു ചെയ്യണം എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. നേരത്തെ ഒരു ഫഹദിന്റെ ഒരു ഗെറ്റപ്പ് എല്ലാരും വന്ന് കമന്റ് ചെയ്യും. അതാണ് ഫഹദിനെ എപ്പോഴും ഫഹദിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫഹദിന്റെ ചെയ്യാൻ റീൽസിന്റെ പേര് എപ്പം പറയുന്നില്ല, പറഞ്ഞ വേറെ ആരും എടുത്ത് ചെയ്താലോ ഞാൻ പറയുന്നില്ല. ഫഹദിന്റെ സാധനം ഒന്ന് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അതിന്റെ ക്യാമറമാനൊക്കെ റെഡിയാണ്. അപ്പൊ എന്റെ സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ ചെയ്യും. എന്നോട് മാത്രം പറയാം, അത് പറയാം, ക്യാമറ കട്ട് ചെയ്തിട്ട് പറയാം. ശരി, അപ്പൊ ഒരുപാട് വീഡിയോസ് ഒക്കെ വരട്ടെ.